ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേകൾ 10 മണിക്ക് തുറന്നേക്കും. ജലനിരപ്പ് 136.2 അടി. പെരിയാർ തീരത്ത് ജാഗ്രത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയതിനു പിന്നിൽ ഗുരുതര അനാസ്ഥയെന്ന് വിലയിരുത്തൽ. ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തും. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിശദീകരണം തേടാനും തീരുമാനം. ആരും അറിയിച്ചില്ലെന്ന ന്യായീകരണവുമായി ആരോഗ്യമന്ത്രി. കത്തും മറുപടിയുമായി ഗവർണർ. സർക്കാർ പോരെ കൂടുതൽ രൂക്ഷമായി. വിദ്യാഭ്യാസ മന്ത്രി ചെയ്തതിൽ തെറ്റില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് രാജ്ഭവൻ ഇന്ന് തന്നെ മറുപടി കത്ത് നൽകിയേക്കും. ശിവൻകുട്ടിയുടേത് പ്രോട്ടോകോൾ ലംഘനമെന്ന് രാജ്ഭവന്റെ നിലപാട്. ഗവർണറുടെ ചടങ്ങിലെ സംഘർഷത്തിന്റെ പേരിൽ കേരള വിസിയും രജിസ്ട്രാറും തമ്മിലും തർക്കം രൂക്ഷം. സുംബ ഡാൻസ് വിവാദത്തിൽ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി മുസ്ലിം സംഘടനകൾ. സർക്കാരിനെ വിമർശിച്ചും സുംബയെ പിന്തുണച്ചും കോൺഗ്രസും ബിജെപിയും. സ്കൂളുകളിൽ നടപ്പാക്കിയപ്പോൾ വേണ്ടത്ര ആലോചനയുണ്ടായില്ലെന്ന ആക്ഷേപം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന സുംബ ഫ്ലാഷ് മോബ് 11 മണിക്ക്. കോട്ടക്കലിൽ 1 വയസ്സുള്ള കുഞ്ഞു മരിച്ചത് ചികിത്സ ലഭിക്കാതെ എന്ന ആരോപണം. ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം തുടങ്ങി. മരിച്ചത് കോട്ടക്കൽ സ്വദേശികളായ ഹിറ അറീറയുടെയും നവാസിന്റെയും മകൻ നേസൻ. കുഞ്ഞ് ജനിച്ചത് വീട്ടിലെ പ്രസവത്തിൽ. പാകിസ്ഥാനിൽ ഭീകരാക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണമുണ്ടായത് വടക്കൻ വസീറിസ്ഥാനിൽ. പിന്നിൽ ഇന്ത്യ എന്ന വാദം തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെഹ്രിക്ക് താലിബാൻ. കൊച്ചിയിലെ ബാറിൽ സംഘർഷം. യുവാവിനെ യുവതി വൈൻ ഗ്ലാസ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാതെ പോലീസ്. അക്രമം നടന്നത് യുവനടനും ഗായകനും ബാറിലുള്ള സമയത്ത്. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സ്പിൽവേകൾ 10 മണിയോടെ തുറക്കും. പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 136.2 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. പ്രിൻസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രിൻസ്, ജലനിരപ്പ് കൂടുന്ന സാഹചര്യമുണ്ടോ? ഇപ്പോഴത്തെ ഒരു നീരൊഴുക്കിന്റെ സ്ഥിതി എന്താണ്? മഴയുണ്ടോ? ഈ സ്പിൽവേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്? സ്പിൽവേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവസാന അറിയിപ്പ് തമിഴ്നാട് നൽകിയിരിക്കുന്നു. നിലവിൽ 10 മണിയോടെ തുറക്കുമെന്നാണ് മുൻപ് അറിയിക്കുന്നതെങ്കിൽ ഇപ്പോൾ 12 മണിയോടെ സ്പിൽവേ ഷട്ടർ ഉയർത്തുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. 12 മണിയോടെ 13 സ്പിൽവേ ഷട്ടറുകളുടെയും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി 250 ക്യൂസെക്സ് വീതം വെള്ളം പുറത്തേക്ക് എടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പരമാവധി 1000 ക്യൂസെക്സ് വരെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്ന തീരുമാനമാണ്. അതായത് 250 ക്യൂസെക്സോളം വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന അതേസമയം വിടുന്ന നടപടിയായിരിക്കും തമിഴ്നാട് സ്വീകരിക്കുക. നിലവിൽ മഴയ്ക്ക് അല്പം കുറവുള്ളതിന് ഒരു ആശ്വാസകരമാണ്. നിലവിലെ ജലനിരപ്പ് 136.2 അടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഓൾക്കണവ് പ്രകാരം ഇപ്പോൾ അനുവദനീയമായത് 136 അടിയാണ്. ഈ ജലനിരപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും തമിഴ്നാട് സ്വീകരിക്കുന്ന ഒരു സമീപനം. പ്രത്യേകിച്ചും ടണൽ മാർഗം 2115 ക്യൂസെക്സിലധികം വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. അതിനാനുപാതികമായി എന്നാൽ അതിലേക്ക് കൂടുതലായി 3800 ക്യൂസെക്സോളം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ടണൽ മാർഗം കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലായി 1500 1600 ക്യൂസെക്സോളം വെള്ളം ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കേൾക്കുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഫോൺ ഒന്ന് ശരിയാക്കാമോ? കൃത്യമായി കേൾക്കുന്നില്ല. ഉച്ച 12 മണിയോടെ ആയിരിക്കും ഷട്ടറുകൾ സ്പിൽവേ ഷട്ടർ ഉയർത്തുക.
എന്തായാലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ഒരു നീരൊഴുക്കിയ സാഹചര്യമൊക്കെ അനുസരിച്ചായിരിക്കും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കണമോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ 250 ക്യൂസെക്സ് മാത്രം എന്നൊരു നിലപാടാണ് അവസാന ഘട്ടത്തിൽ. ശരി പ്രിൻസ്, 10 മണിയോടെ ആയിരിക്കും സ്പിൽവേ തുറക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതേ തുടർന്ന് അത് വലിയ വാർത്തയായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. ആർക്കെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശിച്ചിട്ടോ ഒന്നും ഉണ്ടാക്കിയ ഒരു വിവാദമോ പോസ്റ്റോ ഒന്നുമല്ല. മാത്രമല്ല, ഇന്ന് ഞാൻ ഇത് മീഡിയയെ അഭിമുഖീകരിക്കുന്നതും ഇതുപോലൊരു വ്യാജ പോസ്റ്റ് വല്ലതും ഇട്ടിട്ട് ഞാൻ കയറി വിളിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇട്ട കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്നും അതിൽ വിശദീകരണം തരാനാണ് രാവിലെ ഞാൻ മീഡിയയെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നത്. ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇത് അറിയാമോ ഇല്ലയോ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ അറിയിക്കാനുള്ള മേലധികാരികളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ആക്സസ് ഇല്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ആരാണോ എന്റെ പ്രിൻസിപ്പലിന്, കാരണം അദ്ദേഹത്തിന് ഇതിന് വലിയ അറിയില്ല. കാരണം അദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആകുന്നില്ല. ഇതിനുള്ള മുമ്പുള്ള പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഒക്കെ നമ്മൾ നേരത്തെ ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അറിയാതിരിക്കാൻ മാർഗമില്ല. ഇതിനെപ്പറ്റിയുള്ള ഇവിടുത്തെ സ്കേഴ്സിറ്റി പ്രശ്നങ്ങളും ഇവർക്ക് ഒരുപാട് അറിയുകയും ചെയ്യാം. നമ്മൾ പിന്നെ ഇതിനകത്ത് ഈ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ പിന്നെ വെള്ളപൂശുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല മറ്റ് പല വിഭാഗങ്ങളിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡോക്ടറിന്റെ അറിവിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽ എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് കാടടച്ച് പറയാൻ പറ്റില്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരു യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ്. ഇതൊരു ഒറ്റ ഫീൽഡിൽ മാത്രമല്ല ഒരു പേഷ്യന്റ് നമ്മൾ നോക്കുന്നത്. അതും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷെ അവിടെ എന്തൊക്കെയാണ് സ്കേഴ്സിറ്റി എന്നോ അവിടെ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് മറ്റ് വകുപ്പ് മേധാവിമാർ ഇങ്ങനെ ദൗർലഭ്യമുണ്ട് എങ്കിൽ അത് അഡ്രസ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അവരാരും ഭയക്കുന്നു. ഭയമാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം. ഇല്ല. ഒരിക്കൽ സജീവൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. സജീവൻ സാറിന്റെ ഒരു പേഷ്യന്റ് വന്നപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല. അവരോട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സജീവൻ സാർ വിളിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഒരു വർഷമെങ്കിലും ആയി കാണുമെന്നാണ് തോന്നുന്നത്. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത് ഞാൻ അറിയിച്ചിരുന്നു. അദ്ദേഹം ഈ പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ എന്നെ ചർച്ച ചെയ്യും. അതിനകത്ത് കാര്യമായിട്ട് കഴമ്പൊന്നുമില്ല. ഞാൻ അങ്ങനെ മനഃപൂർവ്വം വഴക്ക് പറഞ്ഞൊന്നുമല്ല. ആ പേഷ്യന്റ് ഓപ്പറേഷൻ ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ കൂടുതൽ സമയം വിനിയോഗിച്ചത് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്തരം ഡെഫിഷ്യൻസീസ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താനാണ് കൂടുതൽ സമയം ഞാൻ ഉപയോഗിച്ചത്. അതിനുശേഷം ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കുകയും ഇതുപോലെ വാട്സാപ്പിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞാൻ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെ, എന്റെ അറിവിൽ എന്നെ നേരിട്ട് ഇവരാരും പിന്നീട് ഇതിനെപ്പറ്റി ഡോക്ടർ എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണോ എന്തെങ്കിലും പരിഹരിച്ചിട്ടുണ്ടോ, എന്താണ് ഡോക്ടറുടെ പ്രശ്നം, അല്ല എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം എന്ന് ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ഈ പല രാഷ്ട്രീയ പ്രമുഖരോടും ഞാൻ ഡിപ്പാർട്ട്മെന്റിലെ കൊണ്ടു നടന്ന് ഇതിനകത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ അവരെല്ലാം നേരിട്ട് പറഞ്ഞു കൊടുക്കുകയും ഇതിന് പല രീതിയിൽ അവരെ പിന്നീട് അവരെ ഫോളോ വാട്സാപ്പിലൊക്കെ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അല്ല, അതിന്റെ രസകരമായ കാര്യം, അന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ എന്റെ കൂടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ലിനറ്റ് മാഡം ഉണ്ടായിരുന്നു. ലിനറ്റ് മാഡത്തിന്റെ സാന്നിധ്യത്തിൽ, ലിനറ്റ് മാഡത്തിന്റെ കഴിഞ്ഞ മാഡത്തിന്റെ കൂടെ ഒപ്പമാണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ പോയതും കാര്യങ്ങൾ പറഞ്ഞതും.
അന്ന് അവിടെ വെച്ച് അദ്ദേഹം പിന്നെ സൂപ്രണ്ടിനെ വിളിച്ച് ഡോക്ടറുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് എന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. സർക്കാരിനെ മറ്റു വകുപ്പ് മേധാവികൾക്ക് ഭയമാണോ? അവർ തുറന്നു പറയാതിരുന്നാൽ അതിന്റെ അതെനിക്കറിയില്ല. ഞാനും കുറച്ചാൾ ഭയപ്പെട്ടിരിക്കാതെ. എനിക്ക് പക്ഷെ ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് പിന്നെ രോഗികളോട് എനിക്ക് കുറച്ചും കൂടെ കടപ്പാട് എനിക്ക് തോന്നുന്നു. അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് എന്റെ ഭയം ആസ്ഥാനത്താണെന്ന് എനിക്ക് മനസ്സിലാക്കും. അതിൽ വലിയ കാര്യമില്ല. കാരണം ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, ഈ ഡോക്ടർ ഭയപ്പെട്ട് മറ്റു വകുപ്പ് മേധാവിമാർ ഭയപ്പെട്ട് മാറിയിരിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാർ രോഗികളാണ്. തീർച്ചയായിട്ടും ഇതൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് എന്നാണ് മന്ത്രിയുടെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും വാദം. അല്ല, ഇത് മന്ത്രിയെ അല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് പറയാനുള്ളത്. മിനിസ്റ്റർ അറിയുന്നുണ്ടാവില്ല. രാവിലെ ഒരു RJDയുടെ ഒരു നേതാവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവിടെ കുറെ കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ഡോക്ടർ പറയുന്നത് വെറുതെയാണ്, ഓപ്പറേഷൻ മാറ്റിവെച്ചിട്ടില്ല, ഇത്ര ദിവസം ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ, വേറെ ഡിപ്പാർട്ട്മെന്റിനും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത്. അപ്പൊ സൂപ്രണ്ട് ഒരുപക്ഷെ മേലധികാരികളെ അറിയിക്കുന്നുണ്ടാവില്ല, മിനിസ്റ്റർക്ക് അറിയുന്നുണ്ടാവില്ല. ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അറിവുണ്ടാവില്ല. കാരണം ഇത് ഇവിടെ വെച്ച് ഇത് കവറപ്പ് ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അദ്ദേഹം അന്ന് എന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു, സുനിലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചു കാണും, അത് പരിഹരിച്ചു കാണും എന്ന് വിചാരിച്ചു കാണും. അവർക്ക് ഒരുപാട് ആശുപത്രികൾ നോക്കണമല്ലോ. കാരണം എന്റെ കയ്യിൽ എല്ലാത്തിന്റെ റെക്കോർഡുകളുണ്ട്. എനിക്ക് അതെല്ലാം പറയാനും പറ്റും. ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല. ഞാൻ പെട്ടെന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല. ഇനി ഒരു രേഖയുടെ അടിസ്ഥാനം ഇല്ലാതെ കൃത്യം എത്ര എമൗണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു. ഉപകരണങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഇപ്പൊ ഒരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ കാറ് വാങ്ങിച്ചിട്ട് അതിന്റെ ടയർ മാറ്റണം, അതിന്റെ റിപ്പയറിംഗ് ചെയ്യണം, അതിനകത്ത് ആവശ്യമുള്ള പെട്രോൾ അടിക്കണം, അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ല. ഇല്ലെങ്കിൽ കാർ ഓടും എന്ന് പറഞ്ഞതുപോലെയാണ്. ഉപകരണങ്ങൾ വാങ്ങും, ഉപകരണങ്ങളുടെ ആക്സസറീസ് ആണ് ക്ഷാമം. ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ, മൊത്തം ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഉപകരണം വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം? അത് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ശസ്ത്രക്രിയ ചെയ്ത സമയത്താണ്. ഇതിനകത്ത് ഇത് കുറച്ച് കേസുകൾ ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ പ്രോവ് പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് പ്രോവ് മാറ്റണം. അത് നമ്മൾ നേരത്തെ ഇത് വളരെ മുൻകൂട്ടി ഇവർക്ക് HDSനെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്, ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് വാങ്ങിച്ചു ഏപ്രിലല്ല, മാർച്ച് 3-ാം മാസം. ഇത് മാത്രമല്ല, ഇതിനെപ്പറ്റി ഇവരെ കത്ത് കൊടുക്കുക മാത്രമല്ല, ഇതിനെപ്പറ്റി സ്ഥിരമായിട്ട് ഇവരെ അറിയിക്കുകയും ഇവരുടെ ഓരോ ദിവസവും ഇവരുടെ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ആളിനെ വിട്ടു പറയിക്കുകയും ഇത് പ്രോബ് തീരാറായി, പ്രോബ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പേഷ്യന്റ് ശസ്ത്രക്രിയ മുടങ്ങും എന്നൊക്കെ വളരെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രശ്നം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ഇതുപോലെ തന്നെ. ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഇപ്പോഴത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ പേഷ്യൻസ് വെയിറ്റിംഗ് ഉണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് വരെ വെയിറ്റിംഗ്. അല്ല, ഈ ഉപകരണം മാത്രമല്ല, പേഷ്യൻസിന്റെ വരവും നമുക്ക് ചെയ്യുന്ന ഓപ്പറേഷന്റെ തോതും തമ്മിലുള്ള ഒരു ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എപ്പോഴും പേഷ്യൻസിന്റെ അളവിനനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻ നമ്പർ നമുക്ക് തികയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റിലും ഇതുപോലെ ഓപ്പറേഷന് രോഗികൾ വെയിറ്റിംഗ് ഉണ്ട്. ഇതിപ്പോ മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. രോഗികൾ ഇപ്പൊ RIRS എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ ഉണ്ട്, RIRS. അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. നിങ്ങളെ യൂറോളജി വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞാൽ അവർ ആ എമൗണ്ട് പറഞ്ഞു തരും. ഞാൻ കള്ളം പറയുന്നതാണോന്നറിയാൻ വേണ്ടി. അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മളെ ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവര് ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്.
ഇങ്ങനെയാണ് RIRS പറഞ്ഞ ശസ്ത്രക്രിയ നടന്നു പോകുന്നത്. അത് സർക്കാരിനല്ല, ഞാൻ അധികാരികൾക്ക് ഞാൻ ഈ RIRS പറഞ്ഞ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളതാണ്. അതിന്റെ കടലാസുകളൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നത്, നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത്. അത് മാത്രമല്ല, അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കാരണങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ വിവാദമായിട്ട് ഈ സംഭവത്തിൽ ആരെയാണ് കവറപ്പ് ചെയ്യുന്നത്? കാരണം നമുക്കറിയാം ഇത് വലിയ വിവാദമായി. അപ്പോഴും ആരൊക്കെയോ ഇതിന്റെ ഒരു പുകമറക്കപ്പുറം നിൽപ്പുണ്ട്. അപ്പോൾ ആരെയാണ് കവറപ്പ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? അതെ, ഇത് ഇപ്പൊ ആരെയായിരിക്കും കവറപ്പ് ചെയ്യേണ്ടത്? അവർക്ക് ആരെയാണ് കവറപ്പ് ചെയ്യേണ്ടത് ആവശ്യം? ഡോക്ടർ, ഈ ലിത്തോപ്ലാസ്റ്റ് പ്രോബ് മാർച്ചിൽ താങ്കൾ കത്തയക്കുന്നു, ഇതിനുവേണ്ടി കത്തയക്കുന്നു. ആ സമയത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. താങ്കൾ ആന്റിസിപ്പേറ്ററി ആയിട്ടാണ് അയച്ചത്. ഇത് എനിക്കറിയാം. ഇത് ഒരു പ്രോബ് ഒരു മാസത്തേക്ക് തികയുള്ളൂ. അപ്പൊ ഒരു 3 പ്രോബ് എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് 3 മാസം കൊണ്ട് തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഓരോ പ്രോബ് തീരുമ്പോഴും പൊട്ടുമ്പോഴും നമ്മൾ ഈ കമ്പനിയല്ല ഇവരുടെ ഓഫീസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇനി ഇത്രയേ ഉള്ളൂ, ഇത്ര കഴിഞ്ഞാൽ ഓപ്പറേഷൻ മുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എണ്ണം നമുക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അത് വാർഡിൽ നോക്കണം. അതിപ്പോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ അവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് മാത്രമേ രോഗികളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഡയറിയിൽ ഡേറ്റ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞ കാര്യമുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പിരിവെടുത്ത് അധ്യാപകൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരം അധ്യാപകൻ പറഞ്ഞു. അതിന് സമാനമായിട്ടുള്ള കാര്യമാണ്. അപേക്ഷിച്ച് നിരന്നും ഒരു വകുപ്പ് മേധാവി ഉപകരണങ്ങൾ വാങ്ങിച്ച് ചികിത്സിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തന്നെ അത് മടുത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത്. ഞാൻ അപേക്ഷിച്ച് എരന്നും മടുത്തു. നമ്മൾ ആൾക്കാരോട് എരന്നാണ് വാങ്ങുന്നത്. നമ്മൾ പേഷ്യൻസ് പൈസ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇപ്പൊ RIRSന്റെ സ്കോപ്പ് തന്നെ തരുന്നത് തിരുവനന്തപുരത്ത് ഏജൻസികളില്ല. കൊച്ചിയിലുള്ളൊരു ക്യാപ്സ്യൂൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അപ്പൊ അയാളുടെ ഒരു വിശാല മനസ്സുകൊണ്ടായിരിക്കാം നേരത്തെ സ്കോപ്പ് അയച്ചു തരും. പിന്നെ അതിനുശേഷം പേഷ്യൻസ് അയാളുടെ GPയിലേക്ക് ഇത് അടയ്ക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഏജന്റ് വന്ന് പൈസ വാങ്ങുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറെ 6 മാസമെങ്കിലുമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയമുണ്ട്. കാരണം ഏതോ ഒരാൾ വന്ന് പൈസ കളക്ട് ചെയ്യുന്നു, ഏതോ ഒരാളുടെ GPയിൽ പൈസ അടയ്ക്കുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ റിസ്ക്കുള്ള, എന്നെ മാത്രമല്ല എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്കെതിരെ ഒരു വിജിലൻസ് എൻക്വയറിയൊക്കെ വരാം. കാരണം ഈ ഓപ്പറേഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ RIRS ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞത്. അതിന് മുമ്പ് 6 മാസം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്പറേഷൻ കുറയാൻ ഈ RIRS ചെയ്തതിന് ശേഷം തുടങ്ങിയതിന് ശേഷമാണ് അത് കുറഞ്ഞു കിട്ടിയത്. അപ്പോൾ ഈ പേഷ്യൻസ് പൈസ അടപ്പിച്ച് കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗമാണ്. ഇവര് പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ല ചെയ്യുന്നത്. ഒരാൾ തന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാളുടെ പേരിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനതിൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബില്ല് ഞാൻ അവിടെ പബ്ലിക്കായിട്ട് വാർഡിലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. രോഗികൾക്ക് അതിന്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു രീതിയിലൊക്കെ കവറപ്പ് ചെയ്യുന്നത്. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിജിലൻസ് എൻക്വയറി വരാൻ, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ ഞാൻ പൈസ അടപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വലിയൊരു ആരോപണം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വകുപ്പ് അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഡോക്ടർക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം നടക്കും. ഒരുപക്ഷെ നമ്മൾ നടപടിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് താങ്കൾ പോവുകയാണ്. ഒറ്റപ്പെടുമെന്നൊരു ഭയമുണ്ടോ? ഇല്ല, ഒറ്റപ്പെടുമെന്നൊന്നും ഒരു ഭയമൊന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒറ്റപ്പെടുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. നമ്മളൊരു സത്യം പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. ഡോക്ടറെ, മുൻപും സർജറി മുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഏതെങ്കിലും രോഗികൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് നമുക്കറിയാലോ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ മീഡിയയിലുള്ള ആൾക്കാർ തന്നെ എന്റെ പേഷ്യൻസായിട്ട് വരുന്നുണ്ട്. അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. മാതൃഭൂമിയുടെ ഒരാൾ വന്ന് ഓപ്പറേഷനൊക്കെ ചെയ്തു പോയതാണ്. മാതൃഭൂമിയുടെ, ഏഷ്യാനെറ്റിന്റെ ഒക്കെ ആൾക്കാർ എനിക്ക് നിങ്ങളുടെ ഇതിൽ ഗ്രൂപ്പിൽ കാണില്ല, പക്ഷേ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്കറിയാം അവിടെയുള്ള പ്രശ്നങ്ങൾ. ഇതൊരു ഇവിടുത്തെ സെന്റർ ഓഫ് എക്സലൻസ് എന്നാണ് നമ്മൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ. പക്ഷേ മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ പല ഓപ്പറേഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ തുറന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? അതിൽ പലതും ഇല്ല. അപ്പോൾ നമ്മൾ അതൊരു ലാപ്രോസ്കോപ്പി നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പിക്ക് പകരം നമ്മൾ ഓപ്പൺ ചെയ്താണ് ചെയ്തത്. അപ്പോൾ ഇവരെ രോഗികൾ പലരും വന്ന് ചോദിക്കും ലാപ്രോസ്കോപ്പി ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ പുറത്തുള്ള ആശുപത്രിയിലേക്ക് പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഉണ്ടോ എന്ന് ചോദിക്കും. റോബോട്ടിക്സ് ഇല്ല, അതുകൊണ്ട് റോബോട്ടിക്സിന് അവർ പുറത്തു പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഒന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ മിതമായിട്ടുള്ള ഏറ്റവും ശരാശരിയായിട്ടുള്ള ഈ സ്റ്റോൺ പേഷ്യൻ്റായിട്ട് വരുന്ന വളരെ പെയിനായിട്ട് വരുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. മറ്റ് ശസ്ത്രക്രിയകളൊക്കെ പൊക്കോട്ടെ, അവർ പിന്നെ വലിയ ആശുപത്രികളിൽ പോയി ചെയ്തോട്ടെ. ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള ഉപകരണങ്ങൾ തടസ്സമില്ലാതെ വരണം. അതിനെ ഈ ചുവപ്പ് നടക്കാത്ത കുടുങ്ങി കിടന്നും ഇവർ പലതും പറയുന്നുണ്ട്. രാവിലെ ഈ സൂപ്രണ്ട് പറയുന്നത് അവർ അങ്ങോട്ട് അയച്ചു, അവർ കളക്ടറേക്കിൽ അയച്ചു, അവർ അവിടുന്ന് അങ്ങനെ ആ എക്സ്പ്ലനേഷൻ ചോദിച്ചു, പിന്നെ ഈ എക്സ്പ്ലനേഷൻ ചോദിച്ചു, ഇന്ന വിലയിലെ വ്യത്യാസമുണ്ട്. ഇതൊന്നും ഒരു പേഷ്യന്റ് അറിയേണ്ട കാര്യമില്ല. നമ്മളൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയ്ക്ക് അടിയന്തരമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ, അടുത്ത 1 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, അടുത്ത 3 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, 1 വർഷത്തിനകത്ത്, ഇങ്ങനെ അടിയന്തര അങ്ങനത്തെ കാറ്റഗറി അനുസരിച്ചാണ് ഞാൻ റിക്വസ്റ്റുകൾ കൊടുക്കുന്നത്. ഇതിലൊന്നിനും ഈ പറഞ്ഞതുപോലെ എഴച്ചിലാണ്. അതിൽ അടിയന്തര സ്വഭാവമുള്ള സാധനങ്ങൾ അടിയന്തര സ്വഭാവത്തോടുകൂടി തന്നെ വാങ്ങിച്ചു തരണം. അതിനുള്ള കാത്തിരിപ്പ് 2023 മുതൽ കാത്തിരിക്കുകയാണ്. 2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര പേരുടെ ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം വരെ അത് മുടങ്ങിയിരിക്കുമ്പോൾ എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിന്റെ അടിയന്തര സ്വഭാവം ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ അതെന്റെ ഫയലുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഈ ഓഫീസുകളിലുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഓഫീസിൽ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വന്നിട്ടുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഫയൽ എവിടെ നഷ്ടപ്പെടുകയോ എന്തോ രീതിയിൽ അത് പോവുകയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ESW പിന്നെയും താമസിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതറിയില്ല. ഈ കാര്യം ഞാൻ അവിടുത്തെ കൌൺസിലറാണ്, മെഡിക്കൽ കോളേജ് കൌൺസിലർ അനിൽ സാറാണ് ഇതിന്റെ ESWയിൽ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് സാറ് എനിക്കൊരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ മാസവും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഞാൻ സാറിനെ വിളിക്കുന്നുണ്ട്, സാർ എന്നെ വിളിക്കുന്നുണ്ട്, സാർ OPയിൽ വരുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലൊക്കെ സാറ് പോയി സാറിന്റെ ഇൻഫ്ലുവൻസിൽ കുറേയൊക്കെ ഫയൽ മൂവ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷെ അതിൽ എന്തൊക്കെയോ ഈ ചികിത്സാ സ്വഭാവമായിട്ടുള്ള മെഷീനുകൾക്ക് എന്താണ് ഇത്ര താമസം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല. നടപടി ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എനിക്ക് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഞാനത് ഗവൺമെന്റ് സർവീസിൽ എന്റോടൊപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെന്റ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരായപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെന്റ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെന്റിന് സർവീസ് കൊടുക്കണം എന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരുപാട് പേര് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പോലെ ഫോൺ നോക്കുന്നില്ല. അതിനെപ്പറ്റി ഫോൺ ഓഫ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് കോളുകളും തുടർച്ചയായിട്ട് ഇതുപോലെ മെസ്സേജുകളും വരുന്നുണ്ട്. അത് ഇല്ല, ഒന്നുമില്ല, സമ്മർദ്ദങ്ങളൊന്നുമല്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്നും ഇവിടെ വീട്ടിൽ പണി നടക്കുന്നു. ഞാൻ കൂടുതൽ സമയം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ ഫോൺ എടുക്കാനോ അതിനെക്കൊണ്ട് സംസാരിക്കാനോ ഒരേ കാര്യം തന്നെ സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്തു. കൃത്യമായിട്ട് എന്ത് വിശദീകരണം ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുന്നുണ്ട്. എല്ലാം രേഖകളുടെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കും. ഇല്ല, ലോങ് ലീവൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ലീവുണ്ട്. എനിക്ക് ലീവുകൾ ഞാൻ സർവീസ് ജോയിൻ ചെയ്ത സമയം മുതലുള്ള ലീവുകൾ പെൻഡിംഗ് ആണ്. ഓരോ വർഷവും ക്യാഷ് ലീവ് തന്നെ. ഈ കഴിഞ്ഞ വർഷം ഞാൻ 365 ദിവസം 360 ദിവസവും ഹോസ്പിറ്റലിൽ പോയതാണ്, ഞായറാഴ്ച ഉൾപ്പെടെ. എനിക്ക് ക്യാഷ് ലീവ് തന്നെ ഇഷ്ടം പോലുണ്ട്. ബാക്കി ലീവുകളെല്ലാം ഇഷ്ടം പോലുണ്ട്. ലീവ് എടുക്കണമെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ്, എത്ര നാൾ വേണമെങ്കിലും ലീവ് എടുക്കാം. അത് ചെയ്യാത്തത് പറഞ്ഞാൽ ഒരു മേലധികാരി എന്നുള്ള നിലയ്ക്ക് എന്റെ പ്രസൻസ് ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഞായറാഴ്ച എനിക്ക് അവധിയാണ്, എനിക്ക് വേണമെങ്കിൽ പോകാതിരിക്കാം. പക്ഷെ ഇന്ന് പോയി എനിക്ക് കാണണം. വെള്ളിയാഴ്ച ചെയ്ത ഓപ്പറേഷനുകൾക്കുള്ള പേഷ്യന്റിനെ ഇന്ന് ഞാൻ പോയി കാണും. അവരെല്ലാരും ഇതിനെപ്പോലെ ഇതേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് ഞാനല്ല, എന്റെ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് സംസാരിക്കുന്നതെന്ന് കൂട്ടിക്കോളൂ. ഞാൻ ഒരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാറില്ല. ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡോക്ടർമാരും എല്ലാവരും 20 വർഷത്തിലേറെ സർവീസുള്ള സീനിയർ ഡോക്ടർമാരാണ്. അവരുടെ എല്ലാ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഈ ഇൻസ്ട്രുമെന്റിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മളെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മറ്റ് വകുപ്പ് മേധാവികൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് അത് പറയേണ്ടതല്ലേ? എന്നിട്ടും അവർ ആരെ ഭയന്നാണ്? അത് ഞാൻ പല പ്രാവശ്യം KGM-CTA ഞങ്ങളുടെ സംഘടനയിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ അധികാരികളെ അറിയിക്കണം. ഇവര് ഇപ്പോ നമ്മുടെ തൊട്ട് മേലുള്ള അധികാരികളെ ഇവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ KGM-CTA നേതാക്കൾ നേരിട്ട് മിനിസ്റ്ററെയോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടവരെയോ പോയി കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു വർഷത്തിലധികമായി പ്രശ്നമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിനാണ് മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത്. അപ്പോ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഫണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ടോ? ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാല് അവര് ആവശ്യമുള്ള സാധനങ്ങൾ എത്തണ്ടേ? നമ്മളല്ലാതെ ഈ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത്? അതിനകത്ത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ക്യാമറ, കുറച്ച് സാധനങ്ങൾ 10-30 ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ഒരു 12,000 ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ദിവസം 200 പേഷ്യന്റ് വെച്ച് ഏതാണ്ട് 58,000 പേഷ്യൻസ് ആണ് ഒരു വർഷം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലൊന്നും ഈ എമൗണ്ടിലൊന്നും ഒന്നും വരില്ല. നമുക്ക് ഓരോ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പലതരം അസുഖങ്ങൾക്ക് പലതരം ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. അതിനെല്ലാം ഉള്ള ഉപകരണങ്ങളാണ്, അതിന്റെ ആക്സസറീസും നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ വേണം. അപ്പൊ ഇവരെയൊക്കെ എപ്പോഴും നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും രൂപ വാങ്ങിച്ചു തന്നിട്ടില്ലേ, ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു തന്നിട്ടില്ലേ എന്നാണ് അവർ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് പ്രായോഗിക ബുദ്ധി? ഉപകരണം ഇല്ല എന്ന് പറയുകയും ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതിനു ശേഷമാണ് വിശദീകരണം. 67 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം യൂറോളജിക്ക് നൽകുന്നു. അതിനകത്ത് 30 ലക്ഷം രൂപ വീതം 2 സർക്കാരിൽ നിന്നും ബജറ്റിൽ നിന്നും അല്ലാതെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 2898 ശസ്ത്രക്രിയകൾ നടന്നു പറയുന്നുണ്ട്. ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് നടന്നു പറയുന്നുണ്ട്. പക്ഷേ ഈ നടന്ന കണക്കുകളുണ്ട്, ഇതെവിടെയാണ് മുടങ്ങിയതെന്നുള്ളത് മാത്രം വിശദീകരിക്കുന്നില്ല. അതെങ്ങനെയാണ് അത് അഡ്രസ് ചെയ്തിട്ടുള്ളത്? എങ്ങനെ മുടങ്ങിയെന്നുള്ളത്? ഉപകരണങ്ങൾ മാത്രം പോരല്ലോ, ഉപകരണങ്ങളുടെ ആക്സസറീസ് വേണ്ടേ? ഉപകരണങ്ങളിലെ ഈ പ്രോബുകള്, അതിൻ്റെതായിട്ടുള്ള അതിന്റെ സംവിധാനങ്ങൾ, ഇങ്ങനെ കുറെ സാധനങ്ങൾ അത് വേണം. ഒരു ഉപകരണം മാത്രം ഉള്ളത് കൊണ്ട് മാത്രം നടക്കും. ഈ ലിത്തോക്ലാസ്റ്റ് തന്നെ, ഈ ലിത്തോക്ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷമെങ്കിലും ആയിക്കാണ്. ഈ ലിത്തോക്ലാസ്റ്റ് പ്രോബാണ് ഇതിനകത്തുള്ള എപ്പോഴും വരുന്ന മുടക്കം. ഈ പ്രോബുകൾ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ സപ്ലൈ ചെയ്യാതെ വരുമ്പോഴേക്കും ആ സമയത്ത് സർജറി മുടങ്ങും. ഇതുപോലെ നമ്മൾ മറ്റു ഉപകരണങ്ങൾ, സിസ്റ്റോസ്കോപ്പുകൾ, ഒരുപാട് ഒരു ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ എന്റെ കണക്കുകൂട്ടലിൽ ഏതാണ്ട് ഒരു 12 പരം ഉപകരണങ്ങൾ നമുക്ക് വേണം. ഒരു ശസ്ത്രക്രിയക്ക് വിവിധ തരത്തിലുള്ള അതിന്റെ കേബിളുകൾ, അതിന്റെ കണക്ടറുകൾ, അതിന്റെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ തന്നെ ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് അന്ന് ആ ശസ്ത്രക്രിയ നടക്കത്തില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു 30 ഡിഗ്രി ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് 30 ഡിഗ്രി ടെലസ്കോപ്പാണ്. ആ 30 ഡിഗ്രി ടെലസ്കോപ്പ് നമ്മളിപ്പോൾ കേടായി കിടന്നിട്ട് നമ്മളത് എഴുതി കൊടുത്തിട്ട് അതൊന്നും യാതൊരു ഇതുമില്ല. മാത്രമല്ല അത് കഴിഞ്ഞ പ്രാവശ്യം അത് എഴുതി കൊടുത്തപ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് മനഃപൂർവ്വം ഡോക്ടർമാർ കുത്തിയൊടിച്ചതാണ്, എന്തോ മോട്ടീവാണ് അതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യ ലോബിയെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്നു. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ അത് കേസ് ഏറ്റെടുത്തു. അങ്ങനെ വലിയ ഗുരുതരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മളൊരു ഉപകരണം ചോദിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ അപഹസിക്കുകയും നമ്മളിങ്ങനെ കേസ് കൊടുക്കുകയും മോശക്കാരനാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപകരണം ചോദിക്കുമ്പോൾ അത് നമുക്കെന്തോ ആ കമ്മീഷൻ വാങ്ങിക്കാനാണ്, അതല്ലേ എന്തോ അല്ലെങ്കിൽ കുത്തിയൊടിച്ച് കളയണമെന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് അതിനകത്തുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചാണ്. നിങ്ങളുടെ ഏതോ ഒരു പത്രത്തിലൊക്കെയാണ് അത് വന്നിരുന്നത്. അത് ആരാണ് കൊടുക്കുന്നതെന്നോ ഒന്നും അതിനകത്ത് ആക്ഷേപങ്ങൾ പത്രത്തിൽ ഇങ്ങനെ വന്നു. അത് ആരാണ് ആക്ഷേപം കൊടുത്തത് എന്ന് നമുക്കറിയില്ലല്ലോ. ആരോ ഒരു പത്ര റിപ്പോർട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ആരാണ് ന്യൂസ് ഫീഡ് ചെയ്തെന്നറിയില്ല. അല്ല, ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് നമ്മളിപ്പോ ഉപകരണങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ പത്രത്തിൽ നമ്മളെ അപഹസിക്കുകയല്ലേ. പിന്നെ നമ്മളിതും കൊണ്ട് ആരുടെ പോയി ചോദിക്കാൻ പോകുന്നില്ല. പത്രത്തിൽ ലോകം ഒരുപാട് അറിയല്ലേ. ഇതുപോലെ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി, പുതിയ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി കുത്തിയൊടിച്ച് കളയുന്നു, ഡോക്ടർ സ്വകാര്യ ആശുപത്രി സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്ര റിപ്പോർട്ട് വന്നതല്ലേ. അതിന്റെ കട്ടിങ്
ഇതേ ആറ്റിറ്റ്യൂഡ് അവർ പിന്തുടരുന്നത് കൊണ്ടാണ് അവരുടെ മേളിൽ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ആശ്രയിച്ചത്. അവരുടെ മേളിൽ നിന്ന് യാതൊരു നീതിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരെ നീതി എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു ആവശ്യമില്ല. ഞാനൊരു ആവശ്യം പറയുമ്പോൾ പ്രിൻസിപ്പലോ സൂപ്രണ്ടോ കേട്ടിരുന്നെങ്കിൽ എനിക്കിതിന്റെ വേറെ ഇതുപോലെയുള്ള മാർഗങ്ങളിൽ പോകേണ്ട കാര്യമില്ല. സൂപ്രണ്ട് പ്രിൻസിപ്പലും ഒക്കെ അടക്കമുള്ള കാര്യങ്ങളും ആളുകളും മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ മറച്ചു വെക്കുവാണ്. പ്രിൻസിപ്പലിനെ ഞാൻ കുറ്റം പറഞ്ഞില്ല. കാരണം പ്രിൻസിപ്പൽ ഇപ്പോൾ പുതിയ ആളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് സൂപ്രണ്ട് കുറച്ച് നാളായിട്ടുള്ള ആളാണ്. അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് അറിയാതിരിക്കുകയൊന്നുമില്ല. അവർക്കറിയാം. എന്നിട്ട് അവരിതുപോലെ ഈ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അവർ ഇത്ര ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു തന്നു, ഇത്ര ലക്ഷം രൂപയ്ക്ക് അവർ മുടക്കി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അവർ ചോദിക്കണ്ടേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് അവർ ഇന്ന് വരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല. എല്ലാം ഉണ്ട്. ആ രേഖകൾ ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് ഞാനിത് ശക്തമായിട്ട് പറയുന്നത്. ഇത് അയച്ച മിക്ക കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇത് ഒന്ന് ഞാൻ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. ഞാനിത് ഓഫീസിൽ ചെയറിലിരുന്ന് ഒപ്പിട്ട് നടക്കുന്ന ആളല്ല. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മുതൽ വൈകുന്നേരം 4 മണി വരെ 5 മണി വരെ, ചില സമയത്ത് 6 മണിയോ അതിന് രാത്രിയിലും തുടർച്ചയായിട്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്റെ തലയിലെല്ലാം പലപ്പോഴും അത് തന്നെയായിരിക്കും. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും പിന്നെ കൂടാതെ അക്കാഡമിക്സും കുട്ടികളെ പഠിപ്പിക്കണം, കൂടാതെ ഒരുപാട് ജോലികളുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിൽ. ഇതെല്ലാം വൈകുന്നേരം ക്ലാസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനുള്ള സമയം കിട്ടത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ രാത്രിയിലൊക്കെ ഇരുന്നാണ് പലപ്പോഴും ഇവിടെ ഇരുന്ന് ഇതിനകത്ത് ഇത്തരം റിക്വസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ സമയത്തിന്റെ കുറവുണ്ട്. ചിലപ്പോൾ നമ്മളിത് അവരെ വിശ്വസിച്ച് നമ്മളാ കോപ്പി കൊടുക്കും. ചിലതിന് കോപ്പികൾ കാണത്തില്ല, ചിലത് നേരിട്ട് അവരെ കാണുമ്പോൾ പറയും. പിന്നെ ഒരുപാട് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റികളിൽ നമ്മൾ പോവും, അത് മിനിറ്റ് ആക്കും. പക്ഷെ മിനിറ്റിന്റെ പലപ്പോഴും കോപ്പി നമുക്ക് കിട്ടാറില്ല. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പലതിന്റെയും എന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, ഭൂരിപക്ഷത്തിന്റെയും കോപ്പി എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ കോപ്പികൾ മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല. അതിന്റെ പുറമെ നമ്മൾ ഇത് എല്ലാ സദസ്സുകളിലും ഞാൻ ഇവരെ DME ആയാലും പ്രിൻസിപ്പൽ ആയാലും ഏത് കമ്മിറ്റി വിളിച്ചാലും ഞാൻ അതിന് അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും കടുത്ത മാനസിക സമ്മർദ്ദമാണ്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ വിഷമവും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മളൊരു സൈഡ് കാണുകയും നമ്മളൊരു നിസ്സഹായ അവസ്ഥയിൽ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ആരും സഹായിക്കാനില്ലല്ലോ, നമുക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന അത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എന്റെ KGM നമ്മുടെ പേരന്റ് ഓർഗനൈസേഷനാണ്. അവർക്ക് അത്ര അങ്ങനെ വലിയ കപ്പാസിറ്റി എന്നുള്ള ഓർഗനൈസേഷനൊന്നും അല്ല. എന്നാലും അവര് ഈ പറഞ്ഞതുപോലെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് അതിന്റെ അവരുടെ സപ്പോർട്ടൊന്നും അല്ല. എനിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ആരെ തോപ്പിക്കാനോ ആർക്ക് വേണ്ടി വെല്ലുവിളിയോ നമുക്ക് അതൊന്നുമല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയാൽ തന്നെ മതി. ഈ പ്രശ്നങ്ങൾ ഇന്നും എല്ലാ കാലത്തും ഇത് പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇതിന് ഒരു നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകണം. അത്ര മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ്. അദ്ദേഹം ഇന്നലെ വളരെ വികാരനിർഭരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് മൂലം ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് താൻ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ, നിസ്സഹായനായി പോകുന്ന അവസ്ഥ, ഇതേക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തുടർന്ന് അതൊരു വലിയ വിവാദമായി മാറുകയായിരുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ആ വിഷയത്തിൽ വളരെ വിശദമായി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആശുപത്രി അധികൃതരാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. താൻ അറിയിക്കേണ്ടത് തൻ്റെ മേലധികാരി എന്ന നിലയിൽ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ വിവരങ്ങൾ അറിയിച്ചിരുന്നു. അവർ ഒരു പക്ഷേ ഇത് മൂടിവെക്കുന്നതായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു ഡോക്ടറുടെ നിസ്സഹായ അവസ്ഥയാണ് ഇത് എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്രയേറെ വിദ്യാഭ്യാസം നേടി ഇത്രയേറെ വർഷം പഠനത്തിന് മാറ്റിവെച്ച് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി തലം വരെ എത്തിയ ശേഷം ഇങ്ങനെയൊരു നിസ്സഹായ അവസ്ഥയിൽ ഇത് സോഷ്യൽ മീഡിയയിൽ എഴുതേണ്ടി വന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരിക്കൽ സജീവൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. സജീവൻ സാറിന്റെ ഒരു പേഷ്യന്റ് വന്നപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല, അവരോട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സജീവൻ സാർ വിളിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഒരു വർഷമെങ്കിലും ആയി കാണുമെന്നാണ് തോന്നുന്നത്. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹത്തെ കൂടുതൽ സമയം വിനിയോഗിച്ചത് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്തരം ഡെഫിഷ്യൻസീസ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താനാണ് കൂടുതൽ സമയം ഉപയോഗിച്ചത്.
അതിനുശേഷം ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കുകയും ഇതുപോലെ വാട്സാപ്പിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞാൻ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് എന്റെ അറിവിൽ എന്നെ നേരിട്ട് ഇവരാരും പിന്നീട് ഇതിനെപ്പറ്റി ഡോക്ടർ എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണോ എന്തെങ്കിലും പരിഹരിച്ചിട്ടുണ്ടോ, എന്താണ് ഡോക്ടറുടെ പ്രശ്നം, അല്ല ഡോക്ടർ എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം എന്ന ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല അതിന് ശേഷം വന്നിട്ടുള്ള പിന്നെ ഈ പല രാഷ്ട്രീയ പ്രമുഖരോടും ഞാൻ ഡിപ്പാർട്ട്മെന്റിലെ കൊണ്ടു നടന്ന് ഇതിനകത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ അവരെല്ലാം നേരിട്ട് പറഞ്ഞു കൊടുക്കുകയും ഇതിന് പല രീതിയിൽ പിന്നീട് അവരെ വാട്സാപ്പിലൊക്കെ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അല്ല, അതിന്റെ രസകരമായ കാര്യം അന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ എന്റെ കൂടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ലിനറ്റ് മാഡം ഉണ്ടായിരുന്നു. ലിനറ്റ് മാഡത്തിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ പ്രിൻസിപ്പൽ മാഡത്തിന്റെ കൂടെ ഒപ്പമാണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ പോയതും കാര്യങ്ങൾ പറഞ്ഞതും. അന്ന് അവിടെ വെച്ച് അദ്ദേഹം പിന്നെ സൂപ്രണ്ടിനെ വിളിച്ച് ഡോക്ടറുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് എന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഒരു ഗതികേടിന്റെ വക്കിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിവാദത്തിലേക്ക് അദ്ദേഹം വീണത് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇത്രയേറെ ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി, ഇത്രയേറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടേണ്ടി വന്നത് സത്യത്തിൽ ഈ സംവിധാനത്തിന്റെ പാകപ്പിഴ കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഇന്നലെ ഉയർന്ന വിവാദങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ പോസ്റ്റിന് പിന്നാലെ ഉണ്ടായ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത്? തനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, തന്റെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ സമൂഹ മാധ്യമത്തിലിട്ട അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. പലതവണ ഇരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ഉപകരണങ്ങൾ. പലപ്പോഴും ഉപകരണങ്ങൾ ചോദിക്കുമ്പോൾ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നു. വകുപ്പ് മേധാവിമാർ, അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും എല്ലാം ഈ കാര്യങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഒരു നടപടികളും ഉണ്ടായില്ല. മന്ത്രിയെ താൻ കുറ്റപ്പെടുത്തുന്നില്ല. മന്ത്രിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ആ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അനാസ്ഥ ഉണ്ടാകുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികൾ തന്നെ വാങ്ങിക്കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ്, ഗതികേടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ശസ്ത്രക്രിയകൾ മുടങ്ങാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് രോഗികൾ തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ടു വരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുടങ്ങാതെ ഇരിക്കുന്നത് എന്നാണ്. ഏറെ നാളായി ഈ ഒരു പ്രതിസന്ധി ആരംഭിച്ചിട്ട്. പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കാൻ പലതവണ ശ്രമിച്ചപ്പോഴും ആക്ഷേപങ്ങൾ മാത്രമായിരുന്നു മറുപടി. ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല എന്ന് കൂടി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. താൻ സംസാരിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, ഒറ്റപ്പെടുമെന്ന ഭീതിയില്ല. സത്യം വിളിച്ചു പറയുമ്പോൾ ഒറ്റപ്പെടുകയാണെങ്കിൽ ഒറ്റപ്പെട്ടോട്ടെ എന്നും കൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ലഭ്യതാക്കുറവിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന പ്രശ്നത്തിനപ്പുറത്തേക്ക് അധികാരികൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ചെന്നെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചോദ്യങ്ങളിൽ അദ്ദേഹം വിശദമായി തന്നെ മറുപടി പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയം ഒന്നും അറിയില്ല എന്നാണ് ഇന്നലെ പ്രതികരിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ശക്തനായ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതെന്തുകൊണ്ട് ആരോഗ്യമന്ത്രി അറിഞ്ഞില്ല? അത് എപ്പോൾ എങ്ങനെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടല്ലോ. അതായത് മന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യം അറിയിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുതന്നെയാണ് ഇന്ന് ആവർത്തിച്ചത്. പക്ഷേ മന്ത്രിയെ പുകമുറയ്ക്കുള്ളിൽ നിർത്താനോ മന്ത്രി ഇത് അറിഞ്ഞില്ലെന്നോ നടപടിയെടുത്തില്ലെന്നോ പറയാനും ഡോക്ടർ ഹാരിസ് ചിറക്കൽ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വകുപ്പ് മേധാവിമാരെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി താൻ അറിയിച്ചത്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുക എന്നതിനപ്പുറത്തേക്ക് തന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് താൻ പറഞ്ഞത് അനീതിയാണ്, അസത്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വകുപ്പ് തലത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ആരംഭിക്കും. അതിനുശേഷമാർക്കും ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് ഇന്നലെ ഇട്ട പോസ്റ്റിൽ ഉൾപ്പെടെ സംഭവം വിവാദമായതിനെ സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെടുക. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. അതിനിടയിലാണ് സ്വരം കളിപ്പിച്ചുകൊണ്ട് താൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ച കാര്യങ്ങൾ സത്യമാണ്, ഒന്നിൽ നിന്നും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. ശരി.
ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് വളരെ വിശദമായി തന്നെ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയാണ് ഡോക്ടർ ഹാരിസ്. ഇന്നലെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ശസ്ത്രക്രിയ മാറ്റി വെക്കേണ്ടി വരുന്നു, രോഗികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നു, അവരുടെ തന്നെ പൈസ കൊണ്ട് പലപ്പോഴും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു. ഈ ഒരു ഗതികേടിൽ മനം മടുത്താണ് അദ്ദേഹം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടത്. മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയൊക്കെ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആ പിന്തുണയ്ക്കപ്പുറം ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നതാണ്. അദ്ദേഹത്തെ ഒരു വിക്ടിമാക്കി മാറ്റാതെ, അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ഈഗോയ്ക്ക് ഇരയാക്കി മാറ്റാതെ ആ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അതിന് സമൂഹം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് സംസാരിച്ചത്. വിവരങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. പാകിസ്ഥാനിലെ വടക്കൻ വസിറിസ്ഥാനിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ പട്ടാളം ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ എന്ന ആരോപണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ശനിയാഴ്ച ഖൈബർ പഖ്തുൻഖ്വയിലെ നോർത്ത് വസിറിസ്ഥാനിൽ നടന്ന ആക്രമണത്തിൽ 13 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം അഫ്ഗാൻ താലിബാന്റെ പാക് ഘടകമായ തെഹ്രീക്ക് താലിബാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, തെഹ്രീക്ക് താലിബാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സാഹചര്യത്തിൽ കൂടി ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന വളരെ അന്ധമായ രീതിയിലുള്ള ഒരു ആരോപണം ഏത് സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം അതിനോട് പ്രതികരിക്കുന്നത്? ശ്രീജ, ഇന്നലെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിലെ നോർത്ത് വസിറിസ്ഥാനിൽ ഒരു ആക്രമണമുണ്ടായി. അതിൽ 13 പാക് സൈനികർ കൊല്ലപ്പെട്ടു, 29ഓളം പേർക്ക്, അതിൽ അവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ 29ഓളം പേർക്ക് പരിക്കേറ്റു. ഈ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ആർമി ഇന്ത്യയാണ് ഇതിൽ പഴിചാരുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന ആക്രമണമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നുള്ള തരത്തിൽ പാകിസ്ഥാൻ ആർമി ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു. എന്നാൽ അധികം വൈകാതെ അതിന് മറുപടിയായിട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയെ പഴിചാരുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം സ്വഭാവമാണെന്നും അർഹിക്കുന്ന അവജ്ഞയോടെ ഈ ആരോപണത്തെ തള്ളുന്നുവെന്നുമാണ് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ്. ഒരു ചെറിയൊരു ഇതിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറക്കിയതാണ്. പക്ഷേ അതിന് അത്തരത്തിലുള്ള ആഴവുമുണ്ട്. കാരണം സ്ഥിരമായി തങ്ങളുടെ നേർക്ക് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല, തങ്ങൾക്കതിൽ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ അവജ്ഞയോടെയാണ് ഇന്ത്യ തള്ളിക്കളയുന്നത്. പക്ഷേ ഇന്നലെ പാകിസ്ഥാനിലുണ്ടായ ആക്രമണം ഒരു ചെറിയൊരു ആക്രമണമായിരുന്നില്ല. അതായത് പാകിസ്ഥാന്റെ ബോംബ് ഡിഫ്യൂസൽ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് പോകുന്ന വാഹനത്തിലാണ്, അതും മൈൻ ആക്രമണങ്ങൾ ചെറുക്കാൻ കഴിയുന്ന തരത്തിലൊരു വാഹനത്തിലേക്ക് 500 കിലോയോളം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറുന്നു. ഉടൻ തന്നെ ഇരു വാഹനങ്ങളും പൊട്ടിത്തെറിക്കുന്നു. അതിൽ 13 സൈനികർ കൊല്ലപ്പെടുന്നു. പിന്നാലെ പരിസരത്തുണ്ടായിരുന്ന കുട്ടികളടക്കമുള്ള 29 പേർക്ക് പരിക്കേൽക്കുന്നു. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ ഹാഫിസ് ഗുൽ ബഹദൂർ എന്ന ഒരു വ്യക്തി നയിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. അവർക്ക് തെഹ്രീക്ക് ഈ താലിബാനുമായിട്ടും അതുപോലെ തന്നെ അഫ്ഗാനിലെ താലിബാനുമായിട്ടും കണക്ഷനുണ്ട്. ഈ കണക്ഷനുള്ള ഈ സംഘടന ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു ആക്രമണം നടന്നതിൻ്റെ ഉത്തരവാദിത്വം ഒരു സംഘടന, പാകിസ്ഥാനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഏറ്റെടുത്തതിന് ശേഷമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആർമി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. കാരണം പാകിസ്ഥാനിൽ ഇത്തരത്തിൽ എന്ത് നടന്നാലും അത് ഇന്ത്യയെ ആരോപിക്കുമ്പോൾ പാകിസ്ഥാനിലെ സർക്കാരിനും പാകിസ്ഥാൻ ആർമിക്കും ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതിഷേധം അത് വഴിതിരിച്ചു വിടാനാകുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലിൻ്റെ പുറത്താണ് ഇവർ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. പക്ഷേ ആ സമയം തന്നെ ഇന്ത്യ ഇത്തരം കാര്യങ്ങളിലെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ഉന്നയിക്കുന്നത്. പിന്നെ അതിൽ മറ്റൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചയും ഇതുപോലൊരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഒരു മേജർ അടക്കം കൊല്ലപ്പെട്ടിരുന്നു. ആ മേജറിന്റെ ഒരു പ്രത്യേകത, ഓപ്പറേഷൻ ബലാക്കോട്ട്, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ ഒരു ആക്രമണം നടത്തിയ സമയത്ത് അന്ന് ഇന്ത്യയുടെ ഒരു പൈലറ്റ് അഭിനന്ദൻ വർദ്ധമൻ പാകിസ്ഥാന്റെ പിടിയിലകപ്പെട്ടിരുന്നു. അന്ന് പാകിസ്ഥാന്റെ പിടിയിലകപ്പെട്ട മേജർ അഭിനന്ദൻ വർദ്ധമൻ പിടിയിലകപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച മേജർ മോയിസ് അബ്ബാസും കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരം പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ആരോപണങ്ങളെല്ലാം ഇന്ത്യ തള്ളുന്നുമുണ്ട്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.
പാകിസ്ഥാനിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. പുലർച്ചെ 4 മണിയോടെയായിരുന്നു ഭൂചലനം. മുൾട്ടാനിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.